ആത്മാവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനാ ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. ഇന്ന് ഭാരതസഭയുടെ അഭിമാനവും കേരളത്തിന്റെ ആദ്യ വിശുദ്ധയുമായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നാം ഭക്തിപൂർവ്വം ആഘോഷിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഒരു വലിയ സത്യമാണ്. വിശുദ്ധി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ദൈവത്തെ അസാധാരണമായി സ്നേഹിക്കുന്നതിലാണ്. അൽഫോൻസാമയുടെ ജീവിതം വേദനകളാൽ നിറഞ്ഞതായിരുന്നു. ബാല്യകാലം മുതൽ രോഗങ്ങളും കഷ്ടപ്പാടുകളും തെറ്റിദ്ധാരണകളും അവളെ പിന്തുടർന്നു. എന്നാൽ ആ കുരിശുകളെ അവൾ ഒരിക്കലും ശാപമായി കണ്ടില്ല, മറിച്ച് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹമായിട്ടാണ് അവൾ സ്വീകരിച്ചത്. അതുകൊണ്ട് അവളുടെ ജീവിതം പരാതിയുടേതല്ല, പ്രാർത്ഥനയുടേതാണ്. നിരാശയുടേതല്ല, പ്രത്യാശയുടേതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലവിധ കുരിശുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയിലെ വെല്ലുവിളികൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഇവയെല്ലാം ചിലപ്പോൾ നമ്മെ തളർത്തിയേക്കാം. അത്തരം സമയങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമ നമ്മോട് പറയുന്നത്, ദൈവത്തെ വിശ്വസിക്കൂ, അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടില്ല. ഒരു ശില്പി മനോഹരമായ ഒരു ശില്പമുണ്ടാക്കാൻ കല്ലിനെ വീണ്ടും വീണ്ടും കൊത്തുന്നു. ഓരോ പ്രഹരവും കല്ലിനെ വേദനിപ്പിക്കുന്നത് പോലെ തോന്നാം, എന്നാൽ ആ പ്രഹരങ്ങളിലൂടെ അതിന് സൗന്ദര്യം ലഭിക്കുന്നത്. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ഉപയോഗിച്ച് നമ്മെ വിശുദ്ധിയിലേക്ക് രൂപപ്പെടുത്തുന്നു. അൽഫോൻസാമയുടെ ജീവിതം അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഈ തിരുനാൾ നമ്മെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, കാരണം പ്രാർത്ഥനയാണ് ആത്മാവിന്റെ ശക്തി. കുരിശുകളെ വിശ്വാസത്തോടെ സ്വീകരിക്കുക, കാരണം കുരിശ് അപ്പുറമാണ് ഉയർപ്പ്. സ്നേഹത്തിലും ക്ഷമയിലും വളരുക, കാരണം അവിടെയാണ് യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യം. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധരാകാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതില്ല, ദൈവഗീതം സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഓരോ ദിവസവും വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്താൽ മതി എന്നാണ്. ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും രോഗികൾക്കും നമ്മുടെ ഇടവകയ്ക്കും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നേടിത്തരട്ടെ. അവരുടെ വിശ്വാസവും വിനയവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.